തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് താൽക്കാലികമായി തടഞ്ഞ ഹൈക്കോടതി. 1 മാസത്തേക്കാണ് ടോൾ പിരിവ് കോടതി തടഞ്ഞത്. എന്നാൽ ഉത്തരവിന്റെ പകർപ്പ് ലഭിക്കും വരെ പിരിവ് തുടരും എന്ന് കരാർ കമ്പനി പറഞ്ഞു. പാലിയേക്കരയിൽ നിന്ന് ലെവിൻ കെ വിജയൻ ചേരുന്നു. ലെവിൻ, കോടതി ഉത്തരവ് എത്തിയിട്ടും പാലിയേക്കരയിൽ ടോൾ പിരിവ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് കിട്ടട്ടെ എന്ന സാങ്കേതികത്വം പറഞ്ഞ് അവിടെ ടോൾ പിരിവ് തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിനെതിരെ വല്ല പ്രതിഷേധവും ഉണ്ടോ? അവിടെ എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി, പാലിയേക്കര ടോൾ പ്ലാസയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇവിടെ 12 വർഷത്തിലധികമായി ടോൾ പിരിവ് നടത്തുന്നത്. ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് പിന്നിൽ കാണാം. ഇപ്പോഴും സുതാര്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു. മറുവശത്ത് ടോൾ പിരിവ് ഇപ്പോഴും തുടരുന്നത്, ഫാസ്റ്റ് ട്രാക്ക് സംവിധാനത്തിലൂടെ അടക്കം ടോൾ പിരിവ് ഇപ്പോഴും തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോടതി ഉത്തരവ്, താൽക്കാലിക ഇൻ്ററിം ഓർഡർ വന്നെങ്കിലും കോടതി ഉത്തരവ് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഉത്തരവ് ലഭിക്കുന്ന സമയം വരെ പിരിവ് നടത്തുന്നതിൽ തടസ്സമില്ല എന്നുള്ളതാണ് ജീവനക്കാരും മറ്റും ഈ കമ്പനി അധികൃതരും കരാർ കമ്പനി അധികൃതരും ഒക്കെ പ്രധാനമായും ഉന്നയിക്കുന്ന വാദം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോലീസോ മറ്റുള്ള ആളുകളോ ഒന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഉത്തരവ് ലഭിക്കുന്ന മുറയ്ക്ക് ഈ ടോൾ പിരിവ് നിർത്തിവെക്കാം എന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 12 വർഷത്തിലധികമായി ഈ ടോൾ പിരിവ് വർഷാവർഷം ഓരോ തുകയിലും ഇരട്ടി വർധനവുണ്ടാക്കി നടന്നു പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായ കാര്യം. 825 കോടി രൂപയായിരുന്നു ഗുരുവായൂരിൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിന് കീഴിൽ ഈ ഏരിയയിലെ, അതായത് ഇടപ്പള്ളി മുതൽ മണ്ണൂത്തി വരെയുള്ള റീച്ചിലെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനായി കമ്പനി ചെലവാക്കിയത്. ഇതിനോടകം തന്നെ ഇതിൻ്റെ 4 ഇരട്ടിയിലധികം തുക കമ്പനി വിവിധ കാലഘട്ടങ്ങളിൽ നിന്നായി പിരിച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പമാണ് ഈ നിർമ്മാണം നടത്തിയ ഭാഗങ്ങളിൽ വലിയ അപാകതകൾ കണ്ടെത്തിയിട്ടുള്ളത്.